കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കത്തോലിക്കവൽക്കരിക്കപ്പെടുന്ന മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന തലക്കെട്ടിൽ പങ്കുവച്ച കുറിപ്പാണ്. പോർച്ചുഗീസുകാരുടെ വരവോടെ കത്തോലിക്ക അധിനിവേശം നേരിട്ട മലങ്കര സഭ 1653 ചരിത്ര പ്രസിദ്ധമായ കൂനൻകുരിശ് സത്യം എന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ അതിൽ നിന്ന് മോചനം പ്രാപിച്ചു. അന്ന് നടന്നത് ഒരു അടിച്ചേൽപ്പിക്കലായിരുന്നുവെങ്കിൽ ഇന്ന് വീണ്ടും സൊമനസാലെ ബോധപൂർവമായ ഒരു കത്തോലിക്ക ആചാരവൽക്കരണം മലങ്കര സഭയിൽ നടക്കുന്നു. മോശേസിനായി മലയിൽ നിന്ന് ദൈവകൽപ്പനകളുടെ കൽപ്പനകളുമായി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ തോളിൽ കയറ്റി എഴുന്നള്ളിച്ചു നടക്കുന്ന ഇസ്രായേൽ ജനത്തെയാണ്. തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ പഴയ നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. ഇന്ന് ഇതിന് സമാനമായ കാര്യം തന്നെയാണ് സഭയിൽ നടക്കുന്നത്. പള്ളിപ്പെരുന്നാളുകളുടെ കാലമായാൽ ഒരു ചെമ്പ് കഴയിൽ കെട്ടി അത് തോളിലെടുത്ത് പൂക്കളിട്ട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് വാദ്യഘോഷങ്ങളോടെ എഴുന്നള്ളിക്കുന്ന ആഭാസ കാഴ്ച. മുൻകാലങ്ങളിൽ അപൂർവം ചില പള്ളികളിൽ ആ സ്ഥലത്തെ പ്രാദേശിക ആചാരങ്ങളുടെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ഉദാഹരണമായി പുതുപ്പള്ളി, ചന്ദനപ്പള്ളി തുടങ്ങിയ പള്ളികളിലൊക്കെ ഇപ്പോഴും ആ ആചാരം നടന്നു വരുന്നു. ആ സ്ഥലങ്ങളിൽ അതൊക്കെ പ്രാദേശിക ആചാരങ്ങൾക്കപ്പുറം വിശ്വാസപരമായി പ്രസക്തിയില്ലാത്ത കാര്യങ്ങളായി നിലനിന്നിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ദൈവമാതാവിന്റെ നാമത്തിലുള്ള പള്ളികളിൽ പോലും ഇതൊരു അനാചാരമായി വ്യാപിച്ചു. ഈ ആധുനിക കാളക്കുട്ടി വന്ദനം സർവ്വസാധാരണമായതോടെ ചില പള്ളിക്കാർ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി പണ്ടത്തെ പോർച്ചുഗീസ് അധിനിവേശ കാലത്ത് ഉണ്ടായിരുന്നതും അതിനുശേഷം ഉപേക്ഷിച്ചതുമായ രൂപങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ നിലവറയിൽ നിന്നോ തട്ടിൻപുറത്തു നിന്നോ തപ്പിയെടുത്ത് പൊടി തുടച്ച് ദിവ്യത്വം കൽപ്പിച്ച് പ്രതിഷ്ഠിച്ചു തുടങ്ങി. പള്ളിയുടെ പഴയ സ്റ്റോർ മുറികളിൽ എലിമുള്ളി കിടന്ന രൂപങ്ങളെ ശോശാപ്പ കൊണ്ട് പൊതിഞ്ഞു. കത്തിച്ച തിരികളും മഹുബസയും പിടിച്ചു. അംശവസ്ത്രം ധരിച്ച പട്ടക്കാരും മേൽപ്പട്ടക്കാരും എഴുന്നള്ളിച്ചു. വിശുദ്ധ ത്രോണാസിൽ പോലും വെക്കുന്ന കാഴ്ച അസഹനീയം തന്നെ. 2024 ഡിസംബറിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെ സ്ഥാപിക്കുന്ന കർമ്മം. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പുൽക്കൂടുകൾ അലങ്കരിക്കുന്നത് സർവ്വസാധാരണമാണ്. അതിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിക്കുന്നത് കത്തോലിക്ക രീതിയും ആരാധനയുമാണ്. ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് കാലത്ത് ഒരു ഓർത്തഡോക്സ് വൈദികൻ കറുത്ത കുപ്പായം ധരിച്ച് ഉണ്ണിയേശുവിന്റെ പ്രതിമയുമായി വന്ന് പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിക്കുന്ന കർമ്മവും നടത്തുകയുണ്ടായി. ഇനി അതും എല്ലാ ഓർത്തഡോക്സ് പള്ളികളിലും വ്യാപകമാകും. വലിയ നോമ്പിൽ ദൈവാലയ മധ്യത്തിൽ സ്ഥാപിക്കുന്ന രക്ഷാകരമായ ഗോകുൽത്തായിലെ കുരിശിനെ ഒന്ന് വണങ്ങാത്ത വിശ്വാസി പോലും പാറ്റയും പല്ലിയും കാഷ്ടിച്ച് ക്ലാവ് പിടിച്ചു കിടന്ന വിശുദ്ധ ചെമ്പിലും തിരുസ്വരൂപത്തിലും തൊട്ട് മുത്തുന്നത് കാണുമ്പോൾ എന്ത് അന്തസ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.